കോതമംഗലത്ത് നടന്ന കോൺഗ്രസിന്റെ പ്രതിഷേധവുമായി ബന്ധപ്പെട്ട് DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസിന്റെ ജാമ്യാപേക്ഷയിൽ വിധി ഉടൻ ഉണ്ടാകും. കോതമംഗലം ഡിവൈഎസ്പിയെ ആക്രമിച്ചിരുന്ന കേസിൽ വാദം പൂർത്തിയായി. അതേസമയം പ്രതിഷേധവുമായി ബന്ധപ്പെട്ട് കോടതിയിൽ നാടകീയമായ രംഗങ്ങളാണ് അരങ്ങേറിയത്. 2 കേസുകളിൽ DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസിന് ജാമ്യം നൽകി. അതിനു പിന്നാലെ കോടതി വളപ്പിൽ വെച്ച് മറ്റൊരു കേസിൽ കസ്റ്റഡിയിലെടുക്കാൻ ഒരുങ്ങിയത് സംഘർഷത്തിനിടയാക്കുകയും ചെയ്തു. ശ്രീകാന്ത് ചേരുന്നുണ്ട് കൊച്ചിയിൽ നിന്ന് വിവരങ്ങളുമായി. ശ്രീകാന്ത്, ഒന്നിനു പുറകെ ഒന്നായി കേസെടുക്കുന്നു. ആദ്യത്തെ 2 കേസുകളിൽ അറസ്റ്റ് തടയുന്നു, കോടതിയുടെ ഉത്തരവുണ്ടാകുന്നു. പക്ഷേ മറ്റൊരു കേസ് അപ്പോഴേക്കും അതിലൊരു പരാതി ഉണ്ടെന്ന് പറയുന്നു. കോടതിയിലേക്ക് ഓടിക്കയറുന്നു മുഹമ്മദ് ഷിയാസ്. ഇപ്പോൾ വാദം പൂർത്തിയായിരിക്കുന്നു. എന്തെല്ലാം കാര്യങ്ങളാണ് വാദത്തിൽ പ്രോസിക്യൂഷൻ ഉന്നയിച്ചത്? മറുഭാഗത്തിന്റെ വാദം എന്തായിരുന്നു? രാവിലെ 11 മണിക്ക് തുടങ്ങിയതാണ് ഈ നാടകീയമായ സംഭവ വികാസങ്ങൾ. ഇപ്പോൾ 7 മണിയോടടുക്കുന്നു. ഇപ്പോഴും DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് കോടതി മുറിയിൽ തന്നെയാണ്. ഡിവൈഎസ്പിയെ ആക്രമിച്ചു എന്ന ആരോപണത്തിൽ അദ്ദേഹത്തിന്റെ ജാമ്യാപേക്ഷ കോടതി അല്പസമയം മുമ്പ് പരിഗണിച്ചു. അതിൽ വിധി പറയാനായി മാറ്റിയിരിക്കുകയാണ്. പ്രോസിക്യൂഷൻ പറഞ്ഞ കാര്യം സ്ഥിരം കുറ്റവാളിയാണ് ഷിയാസ് എന്നുള്ളതാണ്. 62 കേസുകൾ ഷിയാസിനെതിരെ ഉണ്ട് എന്ന് പ്രോസിക്യൂഷൻ പറഞ്ഞു. പോലീസിനെ ആക്രമിച്ച കേസിലെ പ്രതിയെ വെറുതെ വിടുന്നത് സമൂഹത്തിൽ ഒരു തെറ്റായ സന്ദേശം നൽകും എന്ന് പ്രോസിക്യൂഷൻ പറഞ്ഞു. പക്ഷേ അതിനെ ഖണ്ഡിക്കുന്ന വാദങ്ങൾ ഷിയാസിന്റെ അഭിഭാഷകൻ നിരത്തി. അദ്ദേഹം ചൂണ്ടിക്കാണിച്ച കാര്യം പ്രതിഷേധത്തിന്റെ ഭാഗമായി നടന്ന സംഘർഷമാണ്. അതിനപ്പുറത്തേക്ക് ബോധപൂർവം പോലീസിനെ ഉപദ്രവിക്കണം എന്നാരും വിചാരിച്ചിട്ടില്ല. അത് ഈ കാട്ടാനശല്യം മൂലമുള്ള പ്രശ്നങ്ങൾ, അതൊരു വൈകാരിക വിഷയമായിരുന്നു. പൊതുജനങ്ങൾ അടക്കമുള്ളവർ ഉണ്ടായിരുന്നു. താനൊരു പൊതുപ്രവർത്തകനാണ്. ഇത്തരം വിഷയങ്ങൾ കണ്ടാൽ തനിക്ക് ഇടപെടാതിരിക്കാനാകില്ല. അതിന്റെ ഭാഗമായി നടന്നതാണ് ഈ സംഘർഷം എന്ന് ഷിയാസും പറയുകയുണ്ടായി. ഇന്ന് രാവിലെ 2 കേസുകളിൽ മുഹമ്മദ് ഷിയാസിനും മാത്യു കുഴൽനാടനും ജാമ്യം നൽകി. അവർ പുറത്തെത്തി മാധ്യമങ്ങളെ കണ്ടതിന് പിന്നാലെ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള സംഘം ഷിയാസിനെ കസ്റ്റഡിയിലെടുക്കാൻ ശ്രമിച്ചു. അത് വേറൊരു കേസിലാണ്. അതായത് പോലീസിന്റെ വാഹനം തകർത്ത് അതിലെ താക്കോൽ മോഷ്ടിച്ചു എന്നുള്ളതായിരുന്നു കുറ്റം. പക്ഷേ അത് അപ്പോഴത്തേക്കും ഹൈക്കോടതിയിൽ മുൻകൂർ ജാമ്യവുമായി പോയി. CS ഡയസിന്റെ ബെഞ്ച് അത് പരിഗണിച്ചു, മുൻകൂർ ജാമ്യം അനുവദിക്കുകയും ചെയ്തു. അതിന്റെ ആശ്വാസത്തിൽ മുന്നോട്ട് പോകുമ്പോഴാണ് തൊട്ടടുത്ത കേസ് വീണ്ടും കോടതിയിലേക്ക് എത്തുന്നത്. ഡിവൈഎസ്പി ആക്രമിച്ചു എന്ന കേസ്. അതിൽ കോടതിയിൽ കീഴടങ്ങി ജാമ്യാപേക്ഷ സമർപ്പിച്ചു. പോലീസ് അതിനെ എതിർത്തു. ഇപ്പോൾ വിധി പറയാൻ മാറ്റിയിരിക്കുന്നു. ഈ കോടതി വളപ്പ് നിറയെ കോൺഗ്രസിന്റെ പ്രവർത്തകരാണ്. ഒപ്പം പോലീസും ക്യാമ്പ് ചെയ്യുന്നുണ്ട്. ശരി, ശ്രീകാന്താണ് വിവരങ്ങളുമായി ചേർന്നത്. വിധി ഉടൻ ഉണ്ടാകുമെന്നാണ് ശ്രീകാന്ത് റിപ്പോർട്ട് ചെയ്തത്. ആ വാർത്ത വരുമ്പോൾ തന്നെ പ്രേക്ഷകരിലേക്ക് നമ്മൾ എത്തുകയും ചെയ്യും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.